ഹലോ ഫ്രണ്ട്സ്, പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഷണൽ അക്കൗണ്ടന്റിന് എത്ര പേര് അപേക്ഷിച്ചു, അതിന്റെ കോമ്പറ്റീഷൻ ലെവല് എന്താകും, നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജോലി ലഭിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത എത്രമാത്രമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തവർ, അതായത് ഇതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞതാണ്, 29 വരെ ആയിരുന്നു, ജനുവരി 29 വരെ ആയിരുന്നു. അപ്ലൈ ചെയ്തവരൊന്ന് ശ്രദ്ധിക്കുക. ഇതിന്റെ കാറ്റഗറി നമ്പർ 724/2024 ആയിരുന്നു. കേരള ജനറൽ സർവീസ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഡിവിഷണൽ അക്കൗണ്ടന്റ് ആണ്. സ്കെയിൽ ഓഫ് പേ 50,200 തൊട്ട് 1,05,300 വരെയാണ്. ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. വേക്കൻസി ഒന്നാണ് തന്നിരിക്കുന്നത്, അത് എന്തായാലും കൂടും. അപ്പോയിന്റ്മെന്റ്, മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ആണ്, അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ്. എനി ഡിഗ്രി വിത്ത് സെക്കൻഡ് ക്ലാസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിന്റെ എക്സാം സ്ലോട്ട് തന്നിരുന്നത് മെയ് ടു ജൂലൈ ആണ്. മോസ്റ്റ് പ്രോബബ്ലി മെയ് ആദ്യം തന്നെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇനി നിങ്ങൾ ഒന്ന് കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു 85 തൊട്ട് 90 ദിവസം വരെ മാക്സിമം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിന്റെ അപ്ലൈ ചെയ്തവരുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്തവരുടെ എണ്ണം 2,46,795 പേരാണ്. ഇത് ഇന്നത്തെ തൊഴിൽ വീതിയിൽ നിന്ന് എടുത്ത ഡേറ്റയാണ്. നമുക്കിതിന്റെ സ്റ്റേജസ് ഓഫ് സെലക്ഷൻ ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഈ പരീക്ഷ ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ്, വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. അപ്പൊ ഇതിന് 3 കടമ്പകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒരു പ്രിലിമിനറി എക്സാം, അത് 100 മാർക്കിന്റെ ഒരു OMR ടൈപ്പ് എക്സാം ആണ്. അടുത്ത സ്റ്റേജ് പ്രിലിമിനറി എക്സാം ഒരു ക്വാളിഫയിങ് നേച്ചർ ആണ്. അത് ഈ ക്വാളിഫൈ ആയാലേ നമുക്ക് മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ മെയിൻസിനകത്ത് 3 സബ്ജക്റ്റുകളാണ്. അതായത് പ്രിലിമിനറിയുടെ സിലബസിൽ തന്നിരിക്കുന്ന അതേപോലെ തന്നെയുള്ള 3 സബ്ജക്ട്സുകളാണ്. അതില് ആദ്യത്തെ സബ്ജക്ട് 150 മാർക്കിനും, രണ്ടാമത്തെ സബ്ജക്ട് 150നും, മൂന്നാമത്തെ സബ്ജക്ട് 200ലുമാണ്. അപ്പൊ ആദ്യത്തെ സബ്ജക്ട് ജനറൽ നോളജ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ആണ്. അതിന് മാക്സിമം മാർക്ക് 150 ആണ്. മിനിമം പാസ് മാർക്ക് തന്നിട്ടുണ്ട്. 60 മാർക്ക് ഉണ്ടെങ്കിലേ അതിന് പാസ് ആവുകയുള്ളൂ. അതിന് പാസ്സാകണമെങ്കിൽ 60 മാർക്ക് വേണം. അതായത് 40% മാർക്ക് സ്കോർ ചെയ്യണം. അതേപോലെ രണ്ടാമത്തെ പേപ്പർ എലമെന്ററി ബുക്ക് കീപ്പിംഗ് ആണ്. അതിന് 150 മാർക്കിലാണ്. അതിന് പാസ്സാകണമെങ്കിൽ 60 മാർക്ക് വേണം. ദാറ്റ് മീൻസ് 40% സ്കോർ ചെയ്യണം. ഇനി മൂന്നാമത്തെ സബ്ജക്ട് അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ 200 മാർക്കിലാണ്. അത് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ 100 മാർക്ക് വേണം. അതായത് 50% മാർക്ക് വേണം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് ഓരോ സബ്ജക്റ്റിനും അവര് പറയുന്ന മിനിമം മാർക്ക് നമുക്കുണ്ടായാലേ നമ്മൾ ഈ പറയുന്ന മെയിൻസ് എക്സാം പാസ്സാവത്തുള്ളൂ. 3 സബ്ജക്റ്റിനും അവര് പറയുന്ന മിനിമം പാസ് മാർക്ക് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു സബ്ജക്റ്റിന്റെ മാർക്ക് കുറഞ്ഞു പോയി, ബാക്കിയുള്ള സബ്ജക്റ്റിനൊക്കെ എത്ര മാർക്ക് കിട്ടിയാലും നമ്മൾ മെയിൻസ് പാസ്സാവത്തില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഓരോ സബ്ജക്റ്റിനും, അതായത് ആദ്യത്തെ ജനറൽ നോളജും ആൻഡ് ജനറൽ ഇംഗ്ലീഷിന് 150 മാർക്കിലാണ് പരീക്ഷ. എലമെന്ററി ബുക്ക് കീപ്പിംഗിന് 150 മാർക്കിലാണ് പരീക്ഷ. അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ 200 മാർക്കിലാണ്. ഓരോന്നിനും മിനിമം പാസ് മാർക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ പാസ് മാർക്ക് ഉണ്ടായാൽ മാത്രമേ, ഓരോ സബ്ജക്റ്റിനും ഇൻഡിവിജ്വൽ ആയിട്ട് ആ പാസ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ക്വാളിഫൈ ആവൂ. അത് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റഡ് ആകും. അപ്പൊ ഷോർട്ട് ലിസ്റ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇത് പാസ്സാകുന്ന എല്ലാവരെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പൊ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇന്റർവ്യൂ ഉണ്ടാകും. നമ്മുടെ വേക്കൻസി അനുസരിച്ചിട്ട് നമുക്ക് ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ വേക്കൻസി അനുസരിച്ചിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു വേക്കൻസി കണ്ട് ആരും പഠിക്കാതിരിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം മെയിൻ ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും ജോലി കിട്ടിയ ഒരു പോസ്റ്റാണിത്. മെയിൻ ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും ജോലി കിട്ടി. അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും ജോലി ലഭിച്ചു. അപ്പൊ ഇപ്രാവശ്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൻസ് ക്ലിയർ ചെയ്ത് കിട്ടി ഇന്റർവ്യൂ കഴിഞ്ഞാലാ നിങ്ങൾക്ക് ഇപ്പം നല്ല വേക്കൻസി ഉണ്ടെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും ജോലി കിട്ടും.
ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക. 391/2021 അന്ന് അപ്ലൈ ചെയ്തവരുടെ എണ്ണം 2,39,861 പേരാണ്. പ്രിലിംസ് ക്ലിയർ ചെയ്തവർ 631. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന്റെ ഡേറ്റ് 3/6/2023 4/6/2023 കൂടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മെയിൻസ് അറ്റൻഡ് ചെയ്തവരുടെ എണ്ണം 167. മെയിൻസ് അറ്റൻഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തവരുടെ എണ്ണം 17. ആ 17 പേർക്കും അഡ്വൈസ് ലഭിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. അതായത് ഏറ്റവും ആകർഷണീയമായിട്ടുള്ള കാര്യം അതാണ്, 17 പേർക്കും ജോലി ലഭിച്ചു. അങ്ങനെ ലിസ്റ്റ് തീർന്നു പോയതാണ്, കാലാവധി കഴിയും മുമ്പേ തീർന്നു പോയതാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. അതായത് റാങ്ക് ലിസ്റ്റ് 2024 10-ാം മാസമാണ് വന്നത്. പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് തീർന്നു പോയി. കട്ട് ഓഫ് അന്ന് 219.2 മാർക്കാണ് ഔട്ട് ഓഫ് 500. മെയിൻസിന്റെ കട്ട് ഓഫ് ആണ് പറയുന്നത്. ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് 23/10/2024. അതായത് റാങ്ക് ലിസ്റ്റ് വന്ന് വളരെ തുച്ഛമായിട്ടുള്ള മാസങ്ങൾക്കുള്ളിൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി. ടോട്ടൽ അഡ്വൈസ് 17 പേർക്കാണ് അഡ്വൈസ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കോമ്പറ്റീഷൻ ലെവലാണ്. നമ്മൾ ഏതൊരു പരീക്ഷയ്ക്കും അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഞാൻ ഈ പരീക്ഷയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ പറയുന്നത് പ്രിലിംസിന്റെ കോമ്പറ്റീഷൻ ലെവലാണ്. കാര്യം നമ്മുടെ ഏറ്റവും ആദ്യത്തെ കടമ്പ പ്രിലിംസ് ആണ്. പ്രിലിംസ് കടന്നു കഴിഞ്ഞാലേ നമുക്ക് മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ പ്രിലിംസ് എന്ന് പറഞ്ഞ ഒരു എലിമിനേഷൻ റൗണ്ട് തന്നെയാണ്. അപ്പൊ അതിൽ എലിമിനേറ്റ് ആകാതെ പ്രിലിംസ് കടക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മെയിൽ പരീക്ഷ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ആ മെയിൽ എന്ന് പറയുന്ന ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമ്മൾ പഠിച്ച് എങ്ങനെയെങ്കിലും പ്രിലിംസ് ക്ലിയർ ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യത്തെ കാര്യം നോക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റുഡൻസ് അറ്റൻഡ് OMR എക്സാം അല്ല, സ്റ്റുഡൻസ് അപ്ലൈഡ് ആണ് കേട്ടോ. അപ്ലൈഡ് ദ എക്സാം. ഓക്കെ, അപ്ലൈ ചെയ്തവരുടെ എണ്ണം 2,46,795 അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമുക്കറിയാം, അപ്ലൈ ചെയ്യുന്ന എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യണമെന്നില്ല. അപ്ലൈ ചെയ്യുന്നവരെക്കാളും വളരെ കുറച്ച് ആൾക്കാരാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഒരു 80% ആൾക്കാരെ പ്രതീക്ഷിക്കാം. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെല്ലാം അതിന്റെ കൂട്ടത്തിൽ തന്നെ. കാര്യം ഇതിന്റെ സബ്ജക്റ്റിൽ കുറെയൊക്കെ ഒരു 15 മാർക്ക് ഒക്കെ ഉള്ള ജനറൽ നോളജിന്റെ ടോപ്പിക്കൊക്കെ ഓവർലാപ്പ് വരുന്നുണ്ട്. അപ്പൊ അവര് അതിന്റെ കൂടെ വെറുതെ കുറെ ആൾക്കാർ എഴുതാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ഒരുപാട് ആൾക്കാർ എക്സാം എഴുതാതിരിക്കത്തില്ല. കാര്യം ഇത് ഒരു ഗസറ്റഡ് പോസ്റ്റും കൂടെ ആണല്ലോ. അപ്പൊ എന്തായാലും അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം ഏകദേശം ഒരു 80% ആൾക്കാർ പരീക്ഷ എഴുതും. പിന്നെ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഈ എക്സാമിന് വേണ്ടി പഠിക്കുന്നവരാകണമെന്നില്ല. പക്ഷെ ഓൾമോസ്റ്റ് 80% ആൾക്കാർ പരീക്ഷ എഴുതും. എന്നാൽ അതിനകത്ത് ഈ പറയുന്ന ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഫുൾ സിലബസ് കവർ ചെയ്യാൻ പറ്റുന്ന ഏകദേശം ഒരു 30% ആൾക്കാർക്കേ ഉള്ളൂ. ഒരു 30% ആൾക്കാരെ അത് കവർ ചെയ്യത്തുള്ളൂ. അപ്പൊ അതായത് ഒരു 74,038 പേർക്കൊക്കെ ഏകദേശം ആ സിലബസ് കവർ ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ കാണത്തുള്ളൂ. അവര് സിലബസ് കവർ ചെയ്ത് വരത്തുള്ളൂ. ഇനി നമുക്കൊരു എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ സിലബസ് മാത്രം കവർ ചെയ്താൽ പോരാ, റിവിഷൻ വേണം. അപ്പൊ ഈ 30% എന്നുള്ളത് 15% ആൾക്കാർ മാത്രമേ സിലബസ് കവർ ചെയ്തിട്ട് റിവിഷൻ ചെയ്യത്തുള്ളൂ. ഇനി അത് കഴിഞ്ഞാലാ നമുക്ക് അത് മാത്രം ചെയ്താലാ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് വേണം? ഫുൾ സിലബസ് കവറേജ് വേണം, ഫുൾ റിവിഷൻ വേണം, അതേപോലെ തന്നെ ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് വേണം. അപ്പൊ അതും കവർ ചെയ്യുന്നവർ വെറും 5% മാത്രമേ ഉള്ളൂ. അപ്പം അത് എത്രയിലോട്ട് മാറി? 12,340 പേരിലേക്ക് മാറും. അപ്രോക്സിമേറ്റ് ഡേറ്റയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇനി അടുത്തത്, അതിൽ തന്നെ ഈ മോക്ക് ടെസ്റ്റ് എഴുതി അത് ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് ആയിരിക്കണം, അവർക്കൊരു ഗൈഡൻസും മെന്റർഷിപ്പും ഒക്കെ വേണം. അങ്ങനെ കൃത്യമായിട്ട് കിട്ടുന്നവര് ഇതിന്റെ നമ്മുടെ മൊത്തത്തിലുള്ളതിന്റെ 0.5% കാണത്തുള്ളൂ. അപ്പോഴത്തേക്ക് എന്തായി? ഇതിന്ന് 12,340 ഒരു 1,233 പേരായിട്ട് മാറി. ഇനി നമുക്കറിയാം, പ്രിലിംസ് ഏകദേശം ഒരു 600, 615 അല്ലെ ഒരു 620 റേഞ്ചിനകത്തൊക്കെ ആൾക്കാരെ
ക്ലിയർ ചെയ്യത്തുള്ളൂ, അല്ലെ ആൾക്കാരെ അത്രയും പേരെ ഉൾപ്പെടുത്തത്തുള്ളൂ. അപ്പൊ ഏകദേശം ഒരു 0.25% ആൾക്കാരാണ് ഈ പറയുന്ന പ്രിലിംസ് കടക്കുന്നവര്, അതായത് മെയിൻസ് എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ കൃത്യമായിട്ട് ഇതിന്റെ കോമ്പറ്റീഷൻ ലെവൽ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതിന് മാത്രം പഠിക്കുന്ന ആൾക്കാര് അത്രയും ഗൗരവമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പ്രിലിംസ് കടക്കാം. പ്രിലിംസ് കടന്ന് നിങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ റൈറ്റിംഗ് പ്രാക്ടീസും നല്ല രീതിയിൽ നല്ല ആഴത്തിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസും കടന്ന് പിന്നെ ഇന്റർവ്യൂവും കടന്ന് നിങ്ങൾക്ക് ജോലി വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ഇതിന് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാര് ഇതിനെ വളരെ ഗൗരവമായിട്ട് കണ്ടുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നിങ്ങൾ പ്രിലിംസ് എങ്ങനെ ക്ലിയർ ചെയ്യാമെന്നുള്ള രീതിയിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുക. എങ്ങനെയൊക്കെ പഠിക്കാമോ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ ഹാർഡ് വർക്ക് മാത്രം പോലെ നിങ്ങൾ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ പ്രിലിംസ് കടക്കണം. പ്രിലിംസ് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ സിലബസിൽ നന്നായിട്ടുള്ള രീതിയിൽ ആഴത്തിൽ പഠിച്ച് നല്ലവണ്ണം എഴുതി പ്രാക്ടീസ് ചെയ്യണം. മെയിൻസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് മെയിൻസ് ക്ലിയർ ചെയ്യാൻ നോക്കണം. മെയിൻസ് ക്ലിയർ ചെയ്ത് നിങ്ങൾ ഇന്റർവ്യൂവും കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഏകദേശം ജോലി ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പ്രിലിംസ് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ മിക്കവാറും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എന്തായാലും പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഷോർട്ട് കട്ടുകളല്ല നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് ഷോർട്ട് കട്ടുകൾ, സക്സസിന് പ്രത്യേകിച്ച് ഷോർട്ട് കട്ടുകളില്ല. നമ്മൾ അതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെന്താണോ ഡിമാൻഡ് ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും എന്ത് ചെയ്യണം? ഫുൾ സിലബസ് കവർ ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് സിലബസ് കവർ ചെയ്താലാ നമ്മള് വാരി വലിച്ച് ഒരുപാട് പഠിക്കാനുണ്ടെങ്കിൽ അതെല്ലാം വാരി വലിച്ച് നമ്മൾ നോട്ടായിട്ട് ഡൗൺലോഡ് ചെയ്തോ അല്ലെ പ്രിന്റ് എടുത്തോ ഒന്നും കൈ സൂക്ഷിക്കരുത്. നമുക്ക് ഒരു സ്മാർട്ട് നോട്ട് ഉണ്ടായിരിക്കണം. ഒരു ചെറിയ ബുക്കിനകത്ത് അല്ലെങ്കിൽ ഒരു 200 പേജൊക്കെ ഉള്ള ഒരു ബുക്കിനകത്ത് നമ്മുടെ നോട്ട്സിനെ എത്രമാത്രം ഒതുക്കാവോ അങ്ങനെയാണെങ്കിൽ നമുക്കത് റിവിഷൻ ചെയ്യാൻ വളരെ ഉപകാരപ്പെടും. അപ്പൊ അതുണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പീരിയോഡിക് ആയിട്ട് റിവിഷൻ നടത്തണം. ടോപ്പിക് വൈസ് പരീക്ഷകൾ എഴുതണം. അതിന് ഫീഡ്ബാക്ക് കിട്ടണം. മനസ്സിലായോ? അതിന് ഫീഡ്ബാക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ പരീക്ഷ എഴുതിയിട്ട് അതിനകത്ത് ശരി ഏത് തെറ്റ് ഏത് എന്ത് ആ ശരിയുള്ള ഉത്തരത്തിന്റെയും തെറ്റുള്ള ഉത്തരത്തിന്റെ എല്ലാം എക്സ്പാൻഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ അതായത് നമ്മൾ ടോപ്പിക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാം എഴുതണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ടോപ്പിക് എല്ലാം സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാം എഴുതാവുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാം അത് ടൈം മാനേജ്മെന്റോട് കൂടി എഴുതണം. അപ്പൊ സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് എഴുതുക. കാര്യം അത് അവർ ടൈം ബേസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും സെറ്റ് ചെയ്യുന്ന. ആ ടൈം കഴിഞ്ഞാൽ അത് ടൈം ഔട്ട് ആവും. പിന്നെ അവിടെ നിങ്ങൾക്കുള്ള ഒരു ഗുണം ആ എഴുതുന്ന ആൾക്കാർ കുറെ ആൾക്കാർ എഴുതുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അവരിലുള്ള നിങ്ങളുടെ റാങ്കും എല്ലാം അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ആ കോമ്പറ്റീഷന്റെ ആ ഒരു ലെവല് മനസ്സിലാവും. നമ്മൾ ഈ പരീക്ഷകളെല്ലാം എഴുതി കഴിയുമ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ വീക്ക് എന്നുള്ള മനസ്സിലാവും. അത് മനസ്സിലാക്കി നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് കണ്ടെത്തി അത് കറക്റ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ പ്രിപ്പറേഷനിൽ പലയിടത്തും നമ്മൾ ഡൗൺ ആവും. നമ്മുടെ ദിശാബോധം നഷ്ടപ്പെടും. നമുക്ക് ചിലപ്പോൾ നമ്മളങ്ങ് ഡീമോട്ടിവേറ്റഡ് ആയി പോകും. അപ്പൊ നമുക്ക് എന്തായാലും ഒരു മെന്റർഷിപ്പ് അത്യാവശ്യമാണ്. അപ്പൊ റൈറ്റ് മെന്റർഷിപ്പ് അതുപോലെ തന്നെ മോട്ടിവേഷൻ ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പിൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്മാർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഈ കംപ്ലീറ്റ് ചെയ്ത സ്മാർട്ട് നോട്ട് വേണം നമ്മുടെ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പേ നമ്മൾ റിവിഷൻ ചെയ്യാൻ. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഈ ഒരു പരീക്ഷ നിങ്ങളെ ആദ്യ റാങ്കിൽ എത്തിക്കാനായിട്ട് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഒരു റാങ്ക് ബൂസ്റ്റർ പാക്കേജാണ്. അപ്പൊ അതിനകത്ത് തന്നെ റാങ്ക് ബൂസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിനകത്ത് വീഡിയോ ക്ലാസ്സസ് ഇല്ല. പക്ഷെ വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ നോട്ട്സാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ആ നോട്ട്സ് മാത്രം നോക്കുക. ആ നോട്ട്സ് മാത്രം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക. നമ്മളിപ്പം വീക്കിലി ഷെഡ്യൂൾ തരും. ആ വീക്കിലി ഷെഡ്യൂൾ പ്രകാരം നമ്മൾ നോട്ട്സുകൾ കൃത്യമായിട്ട് നോക്കി പോവുക. വീക്ക് എൻഡിലാവുമ്പോ 2 പരീക്ഷകൾ, ശനി ഞായറും പരീക്ഷകളാണ്.
എന്നിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി ഒരു മന്ത് ആകുമ്പോൾ മന്ത്ലി റിവിഷൻ, അപ്പൊ അത് കഴിഞ്ഞാൽ മന്ത്ലി എക്സാം. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം എക്സാമിനും കറക്റ്റ് ആയിട്ട് ഫീഡ്ബാക്ക് കിട്ടും. ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ ടോപ്പിക് വൈസ് പരീക്ഷകളൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കാണും. നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ വന്നു, അപ്പൊ അതെങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ശരി ഉത്തരം ഏതാണ്, ഓരോ ഓപ്ഷനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അപ്പൊ അത് നോളജ് നിങ്ങളുടെ നോളജ് ഇംപ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ആ പരീക്ഷകൾ നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പുകളും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ഇതൊരു വലിയ സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ച് നമുക്കൊരു ഗൈഡൻസ് ഒക്കെ കിട്ടിയാലേ നമുക്കത് ആദ്യ റാങ്കിൽ എത്താൻ പറ്റുള്ളൂ. പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പാടായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് വേണ്ട ഹെൽപ്പുകളെല്ലാം നമ്മൾ ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഇല്ലാത്ത ഒരു കാര്യം വീഡിയോ ക്ലാസ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കി മെന്റർഷിപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള നോട്ട് ഉണ്ട്. അത് പീരിയോഡിക് ആയിട്ട് നമ്മൾ നമ്മൾ ഇതിനെ സ്റ്റഡി പ്ലാൻ ഒക്കെ തന്നിട്ടായിരിക്കും ആ നോട്ട്സ് തരുന്നത്. ആ നോട്ട്സ് തന്നാൽ ഉടനെ അത് പഠിക്കാനുള്ള സമയം തന്നു കഴിഞ്ഞാൽ ഉടനെ പരീക്ഷകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പരീക്ഷകൾ കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരും. നമ്മൾ പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പേ തീർക്കുകയാണ്. ഒരു മാസം മുമ്പേ എല്ലാം തീർത്തതിന് ശേഷം പിന്നെ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസ് ആണ്. അവിടെയും ഫീഡ്ബാക്ക് തരും. അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഗൈഡൻസ് ഒക്കെ നമുക്ക് മെന്റേഴ്സ് തരും. അപ്പൊ ഈ ഒരു ബൂസ്റ്റർ പാക്കേജ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ എർലി പെയ്ഡ് ഓഫർ ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് 999 രൂപയാണ്. അപ്പൊ നിങ്ങൾ ഗൗരവമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ കോഴ്സിന് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ വിജയം വിദൂരമല്ല. നിങ്ങൾ വിജയിക്കാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ തന്നെ എത്തിയിട്ട് നിങ്ങൾക്ക് ജോലി നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.